കഥകൾ, കവിതകൾ, അക്ഷര നടനങ്ങൾ, കൽപ്പനാ വൈഭവ സൗഹൃദങ്ങൾ, നിറഭേദമില്ലാതെ നിറഞ്ഞ കൂട്ടായ്മയായി കൈരളി നിൻ സ്വരം സർഗസ്വരം. സച്ചിദാനന്ദ സ്വരൂപമേ ദൈവമേ, ശാന്തി തൻ സ്നേഹമേ സർവാത്മേ, സർവാന്തര്യാമിയേ സർവാതിശായിയേ, ഉള്ളിൻ്റെ ഉള്ളിലെ മണിയറയ്ക്കുള്ളിലായി മരുകുന്നേ രചയിലൂപാ. ദർശനം നൽകുവാൻ ദർശനം നൽകുവാൻ തിരുവുള്ളമാകണേ ദേവനിവാ. ആരാധനയായ ഗുരുജനങ്ങളെ, അവാർഡ് ജേതാക്കളെ, സഹവൈരായ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, വന്ദനം. സർഗസ്വരത്തിന്റെ 19ാം വാർഷികവും 2025 പുരസ്കാര സമർപ്പണവുമാണ് നമ്മളിന്ന് ഈ വേദിയിൽ ഇവിടെ നടക്കുവാൻ പോകുന്നത്. സർഗസ്വരത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഇപ്പൊ ഒരു പുരസ്കാര സമർപ്പണം നടക്കുന്നത്. പുരസ്കാരം സമർപ്പിക്കുവാനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ഏറെ പ്രിയങ്കരും പ്രസിദ്ധ നിരൂപകരും അധ്യാപകരും ആയിട്ടുള്ള നല്ലൊരു പണ്ഡിതനും കൂടിയായിട്ടുള്ള ശ്രീ SK വസന്ത സാറാണ്. സാറിനെ കിട്ടിയത് നമ്മുടെ ഭാഗ്യം തന്നെയാണ്. കാരണം സാഹിത്യത്തിന്റെ ഏത് രംഗത്തെ കുറിച്ചും അസംഘടിതമായി പറയുവാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ സർഗസ്വരത്തിന്റെ പേരിലും അവാർഡ് സമിതിയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ സഹർഷം സ്വാഗതം ആശംസിക്കുന്നു. സർഗസ്വര കുടുംബാംഗങ്ങളെ, വിജയാംശികളെ, മറ്റു എഴുത്തുകാരും സദസ്സിലെയും വേദിയിലെയും വിശിഷ്ട വ്യക്തികളെ നമസ്കാരം. സർഗസ്വരം 2006 ആരംഭിച്ചത്. അവിടെ നിന്നുള്ള പ്രയാണം 19ാം വർഷത്തിൽ വന്ന് നിൽക്കുകയാണ്. അതുപോലെ തന്നെ KG ബാലകൃഷ്ണൻ, PR ശങ്കുണ്ണി, ഡോക്ടർ PR ശങ്കുണ്ണി, അതിനുശേഷം PR ശങ്കുണ്ണി തൊട്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ അദ്ദേഹത്തിന് 90 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. നമ്മുടെ ഉപദേശക സമിതി അംഗം കൂടിയായിട്ടുള്ള ആളാണ്. അതുപോലെ തുടർന്ന് നമ്മുടെ ഈ സർഗസ്വരത്തിന്റെ സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ടില്ല 25ഓളം പേരുകളുണ്ട്. ഞാൻ ഇവിടെ വായിക്കുന്നില്ല, നിങ്ങൾ ഓർമ്മയ്ക്ക് വേണ്ടി പറയും. അതിനുശേഷം 19 18 നമ്മൾ നിന്നിട്ട്, അതായത് 2018 കോവിഡ് വന്നതോടുകൂടി നമ്മുടെ പുരസ്കാര സമർപ്പണം എന്ന പരിപാടി തുടർന്ന് നടത്താൻ സാധിക്കാതെ വന്നതിനാൽ ഈ വർഷത്തിലാണ് നടത്താൻ സാധിക്കുന്നത്. അപ്പൊ മറ്റുള്ളവർക്ക് പിൻഗാമിയായിട്ട് വരുന്ന പുതിയ കുറെ എഴുത്തുകാരെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. സമൂഹത്തിൽ എന്ത് തെറ്റുണ്ടോ അത് ചൂണ്ടിക്കാണിച്ച് പറയാനുള്ള ഇച്ഛാശക്തി ഇല്ലാത്തവർ സാഹിത്യകാരൻ തന്നെ എഴുത്തുകാരെന്നുള്ളൂ. അങ്ങനെ ചാരി നിന്ന് എഴുതുന്നവർക്ക് അവാർഡും കിരീടങ്ങളും ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷെ ഞങ്ങൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സർഗസ്വരത്തിന്റെ അവാർഡുകൾ പ്രത്യേകത വരുന്നത്. ഈ സർഗസ്വരം സമർപ്പിക്കുന്ന പുരസ്കാരങ്ങൾ ഒരു ജാതിയുടെയോ ഒരു മതത്തിന്റെയോ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല നിർണ്ണയിക്കപ്പെടുന്നത്. കൃതിയുടെ മൂല്യം
പരിഗണിച്ചുകൊണ്ട് മാത്രം എല്ലാവർക്കും കഴിവുള്ളവർക്ക് അവർ എത്തിക്കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. നമുക്കറിയാം, ഒരു സംഘടന ഒരു സാമ്പത്തിക സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കില്ല. പക്ഷെ അവരുടെ കഴിവുകളെ നമുക്ക് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. ഈ സർവീസ് 25 പേരോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച് അവരെല്ലാവരും സർവീസ് വന്നിട്ടാണ് അവരുടെ സ്വന്തം കൃതികൾ എഴുതിയെന്ന് ആലോചിക്കണം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതിൽ വന്നിട്ടുള്ള വ്യക്തികളാണ് ഇപ്പോ കൃതികളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. നമുക്ക് കുറെ എഴുത്തുകാർ നമ്മുടെ സംഘടനയിലേക്ക് വന്നു ചേരാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു പ്രത്യേകത കൂടി വാട്സാപ്പ് ഗ്രൂപ്പ് സർഗസാര വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. എല്ലാ എഴുത്തുകാരുടെയും എല്ലാവരും അംഗങ്ങളുടെ കൃതികൾ ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ആ ചർച്ച ചെയ്യുമ്പോൾ ചിലർക്ക് എന്റെ കവിതയെ ചർച്ച ചെയ്ത് നിരൂപണം ചെയ്യാനുള്ള ആൾക്കാരൊന്നും സർവീസില്ലാത്ത ചിലർക്കിരിക്കുവാനുണ്ട് ഉണ്ടായിരിക്കാം. അവരുടെ കൃതികൾ ചർച്ച ചെയ്യാൻ സമ്മതിക്കില്ല. ഒരു തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ ചിലപ്പോൾ അദ്ദേഹം നഷ്ടമായി പോകും. ആയിക്കോട്ടെ, ഒരു വിരോധമില്ല. നമ്മൾക്ക് തെറ്റാണെന്ന് പറയാനുള്ള ഇച്ഛാശക്തി ഉള്ളവരാണ് സർഗസ്വരത്തിൽ ഉള്ളത് എന്ന് അറിയിക്കുക എന്ന് മാത്രമേ ഞങ്ങളിത് മറുപടി പറയുന്നുള്ളൂ. ഇതിൽ പണ്ഡിതന്മാരായ മികച്ച ഭാഷാ വാഗ്മികളായ അതുപോലെ തന്നെ അധ്യാപന ജീവിതം കൊണ്ട് 35 വർഷം സർവീസ് കഴിഞ്ഞു വന്നിട്ടുള്ള വ്യക്തികളാണ് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ഇതിനു വേണ്ടി ഭാഷാ പ്രചാരണത്തിനും പ്രസരണത്തിനും ഒക്കെ വേണ്ടി നിൽക്കുന്നത്. സാഹിത്യത്തെയും കലയെയും വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും തലവേൽക്കുകയും ചെയ്ത ഒരുപാട് നല്ല പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ നമുക്ക് ഉണ്ടെന്നുള്ളതാണ് ഈ അഭിമാനത്തിന് കാരണം. സർഗസ്വരത്തിലെ ഓരോ അംഗത്തിന്റെയും പ്രവർത്തനങ്ങളുടെ കൂട്ടായ്മയാണ് ഈ മികവുകളുടെ എല്ലാ ആധാരം. വളരെ സൗഹൃദത്തോടെ ജനപങ്കാളിത്തത്തോടെ നടത്തിയ നല്ല പരിപാടികൾ ഈ വർഷത്തെ പ്രത്യേകതയായി നിതാന്ത ദൃഷ്ടികൾക്ക് കാണാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ പുരസ്കാര സമ്മേളനങ്ങൾ, സാഹിത്യ ചർച്ചകൾ, ഇതിനൊക്കെ ഇത് പലതുണ്ട്. ധാരാളം സാഹിത്യ സാംസ്കാരിക സമ്മേളനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഈ സമ്മേളനങ്ങളിലൊന്നും ഇത് 18-നും 25-നും ഇടയ്ക്ക് പ്രായമുള്ള ആദ്യം കാണാം. ഇത് അവർക്ക് പറ്റിയ വേണ്ടാത്തൊരു കാര്യമായി മാറുന്നു. നമ്മുടെ വായനശാലകളെല്ലാം തന്നെ വൃദ്ധസദനങ്ങളായി മാറി. ചെറുപ്പക്കാലം നമ്മൾ തിരിഞ്ഞു നോക്കാറുണ്ട്. നമ്മുടെ സമൂഹത്തിൽ എഴുത്തുകാർ ഒരുപാട് വരുന്നുണ്ട്, പക്ഷെ വായനക്കാർ വരുന്നില്ല. പിന്നെ അതല്ല, യാതൊരു കാവ്യ സൗഭാഗ്യവും ഇല്ലാത്ത എന്തെങ്കിലും വന്നു വയ്ക്കുന്നത് വരികയാണ് കുട്ടികളെ നമ്മൾ. ഈ വികലമായ വിശ്വാമിത്ര സൃഷ്ടികളാണ് കവിതകളിൽ കുട്ടികാലം വരയ്ക്കുന്നത്. കുട്ടികളെ മനസ്സിലാക്കുന്നത് യുവാക്കളോട് കൂടി ആദ്യത്തെ കർത്തവ്യം നിർവഹിക്കുകയാണ്. നിങ്ങളുടെ സമൂഹത്തിനുള്ളിൽ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. കൊണ്ടുള്ള കവികളാണ് ഇന്ന് ധാരാളം ഉള്ളത്. നമ്മുടെ വസന്ത സാറ് മുമ്പ് എനിക്ക് പറയേണ്ടത്, ഇവിടെ കവികൾ ധാരാളമുണ്ട്, കവിതകൾ കുറവേ ഉള്ളൂ എന്നാണ്. അത് വളരെ 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 സത്യമായ ഒരു കാര്യമാണ്. കാരണം ഇന്ന് കവിത എഴുതാൻ ഒരു വിഷമമില്ല. എന്തെങ്കിലും രണ്ട് വാചകം എഴുതിയാൽ അത് കവിതയായി എന്നുള്ളതാണ്. അവൻ വന്നു ഇരുന്നു പോയി എന്ന് പറഞ്ഞാൽ തന്നെ അത് കവിതയാണ് ഇന്നത്തെ കാലഘട്ടത്തില്. അതേ സമയത്ത് വൃത്തമായിട്ട് നമ്മൾ കണ്ടിട്ട് എഴുതിപ്പോയാൽ അത് പഴഞ്ചനായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു വിഭാഗമുണ്ട്, അല്ലാത്തവരും ഉണ്ട് കേട്ടോ. അപ്പോ എന്താണ് കവിത എന്നുള്ളത് ഞാനിപ്പോ ഇവിടെ അതിന്റെ നിർവചനത്തിലേക്ക് കിടക്കുന്നില്ല. കവി എന്നല്ല, ഏത് സാഹിത്യകാരനും സമൂഹത്തിലേക്ക് തുറന്നു വെച്ച കണ്ണും കാതുമായിട്ടിരിക്കുന്നവരാണ്. അവരുടെ
സാഹിത്യരചനയ്ക്കുള്ള അസംസ്കൃത വസ്തു തൻ്റെ മുന്നിലുള്ള പച്ചയായ ജീവിതമാണ്. അവിടെ തനിക്ക് പ്രതിഷേധിക്കാനും വേദനിക്കുന്നത്, ദുഃഖിപ്പിക്കുന്നത്, പ്രതികരിക്കാൻ തോന്നിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനെതിരായിട്ട് പ്രതികരിക്കുക. ആ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് പ്രതികരിക്കുക? വാക്കുകളിലൂടെ. ഏതൊരു സാഹിത്യകാരന്റെയും ആയുധം വാക്കാണ്. എം ടി വാസുദേവൻ നായർ പറഞ്ഞിട്ട് വാക്കുകളാകുന്ന ഇഷ്ടികകൾ കൊണ്ട് ആശയങ്ങളുടെ ഗോപുരങ്ങൾ പടുത്തുയർത്തുന്നവരാണ് കവികളെന്ന്. നമുക്ക് മറ്റുള്ളവരിലേക്ക് ആശയം കൊടുക്കുന്നത്, അത് മറ്റു വായനക്കാരിൽ പ്രകമ്പനം കൊണ്ടിരിക്കുന്നത് നാം ഉപയോഗിക്കുന്ന വാക്കുകളിലൂടെയാണ്. പ്രൊഫസർ വി കെ ലക്ഷ്മണൻ നായർക്ക് സമർപ്പിക്കുന്ന പ്രശസ്തികൾ വലിയൊരു ജീവിതാർത്ഥത്തെ ഓർമ്മിച്ചുകൊണ്ട് ഒരു മഹാവിഭാധനനെ ആദരിക്കുന്ന നിമിഷമാണിത്. ഉദാരമനസ്കനായ പിതാവിന്റെ മകനായി ജനിച്ച് മഹാകലാകാരന്മാരുടെ വാത്സല്യഭാജനമായി വളർന്ന് ഐരാണിക്കളത്തപ്പന്റെയും കൈകാട്ടിശ്ശേരി ഭഗവതിയുടെയും വാരനാട്ടമ്മയുടെയും ചേർത്തല കാർത്യായനി ഭഗവതിയുടെയും അനുഗ്രഹത്തോടെ ഭാവുകങ്ങൾ തളർത്ത് ഒരു വടവൃക്ഷം പോലെ വിദ്യാഭ്യാസ, സാഹിത്യ, സാംസ്കാരിക മണ്ഡലങ്ങളിൽ പടർന്നു പന്തലിച്ച മഹാവ്യക്തിയാണ് പ്രൊഫസർ വി കെ ലക്ഷ്മണൻ നായർ. പത്തനംതിട്ട ജില്ലയിലെ മാടമൺ ഗ്രാമത്തിൽ ജനിച്ച ഡോക്ടർ എം.എൻ.ആർ. നായർ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും രസതന്ത്രത്തിൽ MSc, ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും അസിസ്റ്റന്റ് ജനറൽ മാനേജറായി വിരമിച്ചു. പതികർ, നീതിയുടെ വഴികൾ, കൃഷ്ണകൃപാസാഗരം, രാമായണീയം, ഉത്തേജക മരുന്ന്, വേറെ ഏതോ ഒരു ലോകം, ദൈവവിളി, മാറ്റത്തിന്റെ വിസ്മയ ലോകം, അണുബോംബുകളുടെ കഥ, ഭൗതിക തന്ത്രം, പുതിയ കിതപ്പുകൾ, ആലീസ് കണ്ട അത്ഭുത ലോകം, മാന്ത്രിക തത്ത എന്നിവയാണ് പ്രധാന കൃതികൾ. കഥയെഴുത്തിൽ തനതായ ശൈലിയിൽ യഥാതഥവും ശുദ്ധവും എന്നാൽ വസ്തുസ്ഥിതിക്ക് ഉചിതവുമായ ചാരുതയിൽ ആഖ്യാനത്തിന് രൂപഭാവങ്ങൾ നൽകുവാൻ ശ്രീ എം.എൻ.ആറിന് പ്രത്യേക സിദ്ധിവിശേഷമുണ്ട്. ക്ലാസിക് കാൽപ്പനികതയുടെ ഉദാത്ത സ്പർശങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് ശ്രീ A.P. നാരായണൻകുട്ടിയുടെ കവിതകൾ. ആത്മീയതയിൽ ഊന്നിയുള്ള ദാർശനികത ഈ കവിതകളെ മൗലികമായ ഔന്നത്യത്തിൽ കൊണ്ടുചെന്നെത്തിക്കുന്നു. ഓരോരോ ജീവനും അരികെ തുടിക്കുമ്പോൾ ഒറ്റയൽ ആരുമെന്നോർത്തുപോകും എന്നെഴുതിയ കവി മനുഷ്യ സ്നേഹത്തിന്റെ പരമമായ ദിവ്യാനുഭൂതിയിൽ തന്റെ രചനകളെ തളച്ചിടുന്നു. നല്ലൊരു ഗാനരചയിതാവ് കൂടിയായ ശ്രീ A.P. നാരായണൻകുട്ടിയുടെ വൈകിയുണർന്ന വരികൾ എന്ന കൃതി വേദനയും വേപതുവും പൂണ്ട മനുഷ്യ മനസ്സിന് നിലാവെട്ടം പോലെ കുളിർമ പ്രദാനം ചെയ്യുന്നു. അസ്വസ്ഥമായ ശിഥില ചിന്തകളെ അകറ്റി നക്ഷത്ര മാനസ ദ്യുതി പരത്തുന്നു. ശ്രീ A.P. നാരായണൻകുട്ടിക്ക് ഈ വർഷത്തെ സർഗസ്വരം കവിതാ പുരസ്കാരം നൽകുന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. ശ്രീ മോഹൻ പറത്തലിന് സർഗസ്വരം സമർപ്പിക്കുന്ന പ്രശസ്തി പത്രം. ആരവങ്ങൾക്ക് നടുവിൽ ആത്മാവ് നഷ്ടപ്പെടാതെ കാവ്യോപാസന നടത്തുന്ന കവിയാണ് ശ്രീ മോഹൻ പറത്തൽ. വ്യത നിറഞ്ഞ ജീവിത വ്യാപാരങ്ങൾക്കിടയിലും ഹൃദയമണിച്ചെത്തു തുറന്ന് സ്നേഹത്തിന്റെയും നന്മയുടെയും കാരുണ്യത്തിന്റെയും മഞ്ചാടിമണികൾ സഹൃദയ ഹൃദയങ്ങളിൽ വാരി വിതറുവാനുള്ള സർഗശേഷി അദ്ദേഹത്തിന് സ്വന്തം. ഗായകൻ കൂടിയായ കവിയുടെ ഹൃദയത്തിൽ തീക്കാറ്റ് വീശുമ്പോഴും തീക്കനലുകൾ തിളങ്ങി അരുണിമവായി വ്യാപിപ്പിക്കുമ്പോഴും ആർദ്രതയുടെ മഴമനസ് കുളിർമഴയായി കവിയിൽ ഓർമ്മകൾ പെയ്യിക്കുന്നു. 48 കവിതകളടങ്ങിയ മഴമനസ്സുകൾ എന്ന കവിതാ സമാഹാരം സമകാലിക കവിതാശാഖയ്ക്ക് പുതിയ ഉണർവ് പ്രദാനം ചെയ്യുന്നു. സർഗസ്വരം സാഹിത്യ പുരസ്കാരം 2025 ശ്രീ സതീഷ് കുമാർ വിശാഖപട്ടണത്തിന് സർഗസ്വരം സമർപ്പിക്കുന്ന പ്രശസ്തി പത്രം. മലയാള സിനിമയുടെ 96 വർഷത്തെ ചരിത്രം പാട്ടുകളിലൂടെയും ഗാനശില്പങ്ങളിലൂടെയും സുവ്യക്തമായി രേഖപ്പെടുത്തിയ
പാട്ടോർമകൾ അറ്റ് 365 എന്ന ലേഖന പരമ്പരയുടെ കർത്താവായ ശ്രീ സതീഷ് കുമാർ വിശാഖപട്നം ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച മഹത് വ്യക്തിയാണ്. ഓരോ ദിവസത്തിന്റെയും വ്യക്തിയുടെയും പ്രാധാന്യത്തെ തേടിപ്പിടിച്ച് അതാതു ദിവസങ്ങളിൽ രേഖപ്പെടുത്തി ഒറ്റ ദിവസം പോലും മുടക്കാതെ പുതിയ പുതിയ അറിവുകൾ പ്രദാനം ചെയ്യുന്ന പരമ്പര കൂടിയാണ് പാട്ടോർമകൾ അറ്റ് 365. പഴമക്കാർക്കൊപ്പം പുതുതലമുറയ്ക്കും ചലച്ചിത്ര ഗാനങ്ങളുടെയും രചയിതാക്കളുടെയും ചലച്ചിത്ര സവിശേഷതകളുടെയും മറ്റാർക്കും അറിയാത്ത കാര്യങ്ങൾ ഇത്രമേൽ സുവ്യക്തമായി എഴുതി വായനക്കാരെ നവ്യാനുഭൂതിയിലേക്ക് ഉയർത്തുന്ന സാഹിത്യകാരൻ മറ്റൊരാളില്ലെന്നത് നിസ്സന്ദേഹമാണ്. അമ്മ വെറും ഒരു ഓർമ്മ മാത്രമല്ല, എപ്പോഴും കൂടെയുള്ള ഒരു അനുഭവമാണ്. ജീവിതത്തിന്റെ പച്ചപ്പുകളിൽ മാത്രമല്ല, പരാജയങ്ങളിലും തകർച്ചയിലും നിരാശയില്ലാതെ കുടുംബത്തെ കരകയറ്റി പുരോഗതിയിലേക്ക് നയിക്കുന്ന സ്നേഹവിശ്വാസങ്ങളുടെ ശക്തി കേന്ദ്രമാണ് അവർ. നിങ്ങളുടെ അമ്മ ഓർമ്മകളിലൂടെ എന്ന ശ്രീമതി CJ തോട്ടത്തിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം ധീരമായി കുടുംബത്തെ നയിച്ച, പരാജയങ്ങളിലും സാമ്പത്തിക തകർച്ചയിലും സുധീരമായി മുന്നേറിയ ഒരമ്മയുടെ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ കൃത്യമായി പ്രതിപാദിക്കുന്നു. അനേകർക്ക് വഴിയും വെളിച്ചവും നൽകുവാൻ ഉതകുന്ന ഈ ഉദ്യമം ഏറെ ശ്ലാഘനീയമാണ്. ശ്രീമതി CJ തോട്ടത്തിന്റെ ഈ കൃതിക്ക് ഈ വർഷത്തെ സർഗസ്വരം സാഹിത്യ പുരസ്കാരം സമർപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. ഇനിയും ഉത്തമങ്ങളായ കൃതികൾ രചിക്കുവാൻ ഈ പുരസ്കാരം പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രീ കാവിൽ രാജ് പ്രസിഡന്റ്, ശ്രീമതി ശ്രീദേവി അമ്പലപുരം ചെയർപേഴ്സൺ, സർഗസ്വരം പുരസ്കാര സമിതി, ശ്രീ ജോയ് ചെറമേൽ ജനറൽ സെക്രട്ടറി, 28/9/2025 സാഹിത്യ അക്കാദമി, വൈലോപ്പള്ളി ഹാൾ, തൃശ്ശൂർ. ശ്രീമതി നീന സുരേഷിന് സർഗസ്വരം സമർപ്പിക്കുന്ന പ്രശസ്തി പത്രം. ഏതു മുതിർന്നവരിലും ഒരു കുട്ടി ഒഴിഞ്ഞിട്ടുള്ളതില്ല. കുട്ടിക്കാലത്തെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മിൽ ഗൃഹാതുരത്വം നടത്തുന്നു. വലുതായപ്പോൾ ജനിച്ചു വളർന്ന വീടും നാട്ടുംപുറവും അമ്മയിൽ നിന്നു ലഭിച്ച അറിവുകളും മനസ്സിലിട്ട് താലോലിച്ച ഗതകാല ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന ഒരു കുട്ടിയെ ഓർമ്മക്കുറിപ്പുകളിലൂടെ അവതരിപ്പിക്കുകയാണ് ശ്രീമതി നീന സുരേഷ്. പോയ കാലത്തിന്റെ പ്രൗഢിയും ശാന്തിയും സന്തോഷവും കുടുംബ ബന്ധങ്ങളുടെ ദൃഢതയും സ്നേഹബന്ധങ്ങളുടെ സ്നിഗ്ധതയുമൊക്കെ ചാരുതയാർന്ന ശൈലിയിൽ നഷ്ടപ്പെട്ട സുവർണകാലം മനസ്സിൽ ഉണരുന്ന വിധത്തിൽ ആകർഷകമാക്കാൻ രചയിതാവിന് കഴിഞ്ഞിട്ടുണ്ട്. ശ്രീമതി നീന സുരേഷിന്റെ പാലക്കാട്ടേക്കൊരു മടക്കയാത്ര എന്ന ഓർമ്മക്കുറിപ്പ് ഗ്രന്ഥത്തിന് സർഗസ്വരത്തിന്റെ ഈ വർഷത്തെ സാഹിത്യ പുരസ്കാരം സമർപ്പിക്കുന്നതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നു. സാഹിത്യ പുരസ്കാരം 2025 ശ്രീ അബു പാലിയത്തിന് സർഗസ്വരം സമർപ്പിക്കുന്ന പ്രശസ്തി പത്രം. നാടകരംഗത്ത് ഏറെ പരിചിതനായ ശ്രീ അബു പാലിയത്തിന്റെ ആക്ഷേപഹാസ്യ പ്രധാനമായ സാമൂഹ്യ നാടകമാണ് ആറാട്ടുമുണ്ടൻ. തമ്പുരാന് കണ്ണുപറ്റാതിരിക്കാൻ തല കുണ്ടനം ചെയ്ത് കോമാളിത്തം കാട്ടി തുള്ളിച്ചാടി മുമ്പേ പോകുന്നവരാണ് ആറാട്ടുമുണ്ടന്മാർ. സമൂഹത്തിലെ ആർപ്പോവേണ്ടി തുള്ളിച്ചാടി കോമാളിത്തം കാട്ടി നടക്കുന്ന നമുക്കു നേരെയുള്ള ആക്ഷേപഹാസ്യ രസപ്രധാനമായ നാടകരചനയാണിത്. നാടിനകമാണല്ലോ നാടകം. സമൂഹത്തിലെ കുഴുക്കുത്തുകളും കള്ളത്തരങ്ങളും അധികാരാഭിവാഞ്ചിയും തുറന്നുകാട്ടി ധനസഞ്ചയത്തിന് നേർവഴി ചൂണ്ടുവാനുള്ള ബാധ്യത നാടകകൃത്തുക്കൾക്കുണ്ട്. എഴുത്തുകാരൻ എന്ന നിലയിൽ ആ കർമ്മം നാടകത്തിലൂടെ സന്നിവേശിപ്പിച്ചു രചിച്ച ഈ നാടക ഗ്രന്ഥം മലയാള നാടക സാഹിത്യത്തിന് ഒരു മുതൽക്കൂട്ടാണെന്നതിൽ സംശയമില്ല. സുരേഷ് പാൽപറമ്പിലിനെ സർഗസ്വരം സമർപ്പിക്കുന്ന പ്രശസ്തി പത്രം. ചെറുകഥകളും നാടകങ്ങളും രചിച്ച് സമൂഹത്തെ ഉണർത്തുന്ന എഴുത്തുകാരനാണ് ശ്രീ സുരേഷ് പാൽപറമ്പിൽ. വർത്തമാനകാല ജീവിതത്തിന്റെ പുഴുക്കുത്തുകളെയും വൈപരീത്യങ്ങളെയും മനുഷ്യ സ്നേഹത്തിൽ മാറ്റിവെച്ചു നോക്കി ജീവിത ദൗർഭാഗ്യങ്ങളെ ഓർമ്മിപ്പിച്ച് അനുവാചകനെ കണ്ണീരിലരിയിപ്പിക്കുന്ന കഥകളാണ് ശ്രീ പാൽപറമ്പിൽ രചിക്കുന്നത്. ആഘോഷിക്കപ്പെടുന്ന ജീവിതവും അരിക്ഷരുടെ ജീവിതവും ലോകത്തിലുണ്ട്. പ്രതീക്ഷയറ്റവരുടെ സഹതാപമാണ് ഇദ്ദേഹത്തിന് കഥാരചനയ്ക്ക് പ്രേരകമായി വരുന്നത്. പ്രണയം, അനുഭവസുഖം, സൗഭാഗ്യങ്ങൾ, ഉന്നതി, ജീവിതമാർഗങ്ങൾ തുടങ്ങിയവ ഇന്നും പാർശ്വവൽക്കരിക്കപ്പെടുന്നുവെന്നും മനുഷ്യ മനസ്സ് ചൈതന്യരഹിതമായ മാർഗങ്ങളിലൂടെ ചരിക്കുന്നുവെന്നും സ്വപ്നങ്ങളുടെ പിരിച്ചെഴുത്ത് എന്ന കഥാസമാഹാരത്തിലൂടെ ശ്രീ പാൽപറമ്പിൽ വ്യക്തമാക്കുന്നു.
വൈവിധ്യമാർന്ന ജീവിതങ്ങളെ ഈ ഗ്രന്ഥത്തിൽ ഇദ്ദേഹം കഥാരൂപത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. മനസാക്ഷിയെ ഉണർത്തുന്ന നല്ല കഥകൾ. ഇനിയും ഇദ്ദേഹം സാഹിത്യസൃഷ്ടി തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സസന്തോഷം സർഗസ്വരത്തിന്റെ പേരിലുള്ള പുരസ്കാരം ശ്രീ സുരേഷ് പാലുപറമ്പിനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കണ്ണൂർ ജില്ലയിലെ ഉദയഗിരി ഗ്രാമത്തിൽ ജനിച്ച ശ്രീമതി KC സരോജിനി ഉന്നത ബിരുദങ്ങൾ നേടിയ ശേഷം ചക്കരപ്പടവ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ നിന്നും മലയാളം അധ്യാപികയായി വിരമിച്ചു. ഇപ്പോൾ വിശ്രമ ജീവിതം നയിച്ച് പള്ളിക്കുന്നിൽ താമസിക്കുന്നു. ജീവിതാനുഭവങ്ങളുടെ ഭിന്നഭാവങ്ങളെ തേച്ചുമിനുക്കി നക്ഷത്ര ശോഭയുള്ള അനുഭൂതികളാക്കി അവതരിപ്പിക്കുന്ന മണ്ണിൽ കോറിയിട്ട മനസ്സ് എന്ന പ്രഥമ കൃതിക്ക് തന്നെ ശ്രീമതി KC സരോജിനിക്ക് സർഗസ്വരം പുരസ്കാരം ലഭിച്ചതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇനിയും കൈരളി സഭയെ ചെയ്ത് ഉത്തരോത്തരം ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രീ കാമിൽ രാജ് പ്രസിഡന്റ്, ശ്രീമതി ശ്രീദേവി അമ്പലപുരം ചെയർപേഴ്സൺ, ശ്രീ ജോയ് ചെലമേൽ ജനറൽ സെക്രട്ടറി. 28/9/2025 സാഹിത്യ അക്കാദമി, വൈലോപ്പള്ളി ഹാൾ, തൃശൂർ. സർഗസ്വരം സാഹിത്യ പുരസ്കാരം 2025 ശ്രീമതി CP സരീനയ്ക്ക് സർഗസ്വരം സമർപ്പിക്കുന്ന പ്രശസ്തി പത്രം. ദുഃഖ ദുരിതങ്ങളും ആപത്തുകളും അസ്വസ്ഥതകളും ആത്മഹത്യകളും നിറഞ്ഞ ആധുനിക ലോകത്തിൽ മനസ്സെന്ന പ്രഹേളിക മുഖ്യസ്ഥാനത്ത് വർത്തിക്കുന്നു. മനസ്സിന്റെ പ്രകൃതങ്ങളും അതിനെ സമനിലയ്ക്ക് നിർത്താനുള്ള കഴിവും അതിപ്രധാനമാണ്. അലയടിച്ചു വരുന്ന ജീവിത പ്രശ്നങ്ങളെ സമചിത്തതയോടെ തരണം ചെയ്യേണ്ടതെങ്ങനെയെന്നും ശാന്തിനിർഭരമായ ജീവിതം നയിക്കേണ്ടതെങ്ങനെയെന്നും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ജീവിത വഴികാട്ടിയാണ് ടെൻഷൻ വേണ്ട എന്ന ഗ്രന്ഥം. മനസ്സിന് ഉണർവും വിവേകവും വരുന്ന ഈ ഗ്രന്ഥം നമ്മെ വിചിന്തനത്തിന് വിധേയമാക്കുന്നു. CP സരീനയുടെ ടെൻഷൻ വേണ്ട എന്ന ഈ മനഃശാസ്ത്രപരമായ ഗ്രന്ഥത്തിന് ഈ വർഷത്തെ സർഗസ്വരം സാഹിത്യ പുരസ്കാരം സമർപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ദിവസേന സർഗസ്വരത്തിൽ സർഗാത്മക സൃഷ്ടികൾ ഇടുന്നവരെ അതിലും പ്രതിയായിട്ടറിയാം. ശ്രീ സതീഷ് കുമാർ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ട് സതീഷ് കുമാർ ചന്ദ്രപിന്നെയല്ല, കോട്ടയം സതീഷ് കുമാർ വിശാഖപട്ടണം. ഇദ്ദേഹം 4 കൊല്ലമായി തുടർച്ചയായി ഒരു ദിവസം പോലും വിടാതെ പാട്ടോർമ്മകൾ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ പാട്ടോർമ്മകൾക്ക് സാർവത്രികമായി അംഗീകാരം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് ഒരു പാട്ടോർമ്മകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ പാട്ടോർമ്മകളിലൂടെ ശ്രീ സതീഷ് കുമാർ അവതരിപ്പിക്കുന്ന പാട്ടുകളിൽ ശ്രദ്ധേയമായൊരു ഗാനം പാടുന്നുണ്ട് ശ്രീ മോഹനെ. അദ്ദേഹം ഇങ്ങനെയുള്ള പോലെ ആളുകളില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ വിവർത്തനം എന്ന ജോലി തുടർന്ന് ചെയ്യുകയില്ലായിരുന്നു. ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 150 പുസ്തകം ചെയ്തു എന്ന് നേരത്തെ ജോയി പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ചെയ്തു. സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിച്ചതൊക്കെ ശരി തന്നെ. അപ്പൊ നിങ്ങൾ പ്രോത്സാഹനത്തിന് അർഹരാണ്. ഇപ്പൊ ഇന്ന് അവാർഡ് കിട്ടിയവരെല്ലാം ഞാൻ ആഹ്ലാദപൂർവ്വം അഭിനന്ദിക്കുന്നു. കാരണം ഈ സർഗസ്വരം എന്നത് ചെറിയ ഒരു സംഘടനയല്ല, അത് വലിയൊരു സംഘടന തന്നെയാണ്. അത് ചെറുതായിട്ട് നിങ്ങൾ കാണുന്നത് ശരിയല്ല. കാരണം ഇതിൽ ആത്മാർത്ഥമായിട്ട് ഇതിന് മുന്നോട്ട് വന്നവരാണ് ഇതിൽ അധികമുള്ളത്. നിർബന്ധമായിട്ട് പിടിച്ചു വലിച്ച് ഇവിടെ വന്നിരിക്കുന്നവരാരും ഇല്ല, ഉറക്കം പോകുന്നവരാരും ഇവിടെ ഇല്ല. എല്ലാവരും വളരെ ഉത്സാഹത്തോട് കൂടിയിട്ട് വന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഈ സർഗസ്വരത്തിന്റെ അവാർഡ് കിട്ടിയതിൽ നിങ്ങളെല്ലാവരും അഭിമാനിക്കണം. ഒരു വിഷയത്തിലും ജയിക്കാത്ത കുട്ടികൾക്ക് എല്ലാത്തിനും കൂടെ കൂട്ടി എന്നുള്ളതാണ് കൂടുതൽ വിടാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്ന പോലെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു സാറിന് കൊടുത്തേക്കാം എന്ന്
കാവ്യ സുഹൃത്തുക്കളും രോഗികളൊക്കെ കൂടി തീരുമാനിച്ചതാകാനാണ് സാധ്യത. കാരണം പുരസ്കാരങ്ങൾ പലപ്പോഴും ആപേക്ഷികമാണ്. ഒരു പുരസ്കാരം ലഭിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിനും അപ്പുറം പ്രോത്സാഹനമാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം. ഇനി കാവ്യൻ എന്നെ എത്ര പ്രോത്സാഹിപ്പിച്ചാലും എന്നെ കൊണ്ട് എന്തുമാത്രമാകുന്നുള്ളൂ നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ കാവ്യ സന്മനസ്സിന് രോഗിയുടെയും മറ്റ് സഹപ്രവർത്തകരുടെയും സന്മനസ്സിന് ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. സദസ്സരിലേക്ക് പ്രഗത്ഭരായ സഹൃദയരായ എല്ലാവർക്കും ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നു. ദസമായി പറഞ്ഞ ഇതെനിക്ക് ആദ്യം കിട്ടുകയാണെന്ന് എന്ന് പറയുന്നത് അധികം ഒരു പുരസ്കാരമാണോ എന്ന് പറയാൻ വിഷമമുണ്ട്. കാരണം നാളെ ഞാൻ ഓൾറെഡി കിട്ടിക്കഴിച്ചു. എങ്കിൽ കൂടിയും ഈ പുരസ്കാരത്തിന് അവിടെ ഒന്നും കിട്ടാത്ത ഒരു വില, ഒരു മൂല്യം എനിക്ക് കൽപ്പിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. കാരണം ഒന്ന്, അത് സർഗസ്വരത്തിന്റെ പുരസ്കാരമാണ് എന്നുള്ളതും, രണ്ട്, അത് ഞാൻ വാങ്ങിയത് എന്റെ ഗുരുതുല്യനായ വസന്തൻ മാഷിന്റെ കയ്യിൽ നിന്നാണ് എന്നത്. ഇന്ന് ഈ വേദിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ സദസ്സിലും ഇവിടെ എല്ലാം ഇരിക്കുന്നവരെക്കാൾ കൂടുതൽ സർഗസ്വരവുമായി ഏറ്റവും ആത്മാർത്ഥമായ ബന്ധം ഉള്ള ഒരു വ്യക്തിയാണ്. കാരണം ഒരു കാലഘട്ടങ്ങളിൽ സ്കൂളിലും തൊട്ടയൽപക്കത്തും ഒരുമിച്ച് നാടകങ്ങൾ കളിച്ചു, കവിതകൾ രചിച്ചും ഒക്കെ ഞങ്ങളുടെ കൂട്ടുകാരനും ഞങ്ങളുടെ മാർഗദർശിയും ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ചു പോകുന്ന ഒരു മാന്യ വ്യക്തിയാണ് ശ്രീ കാവ്യരാജ്. അദ്ദേഹം ഞങ്ങൾ നാടകങ്ങൾ കളിക്കുമ്പോൾ അന്നത്തെ നാടകങ്ങൾക്കെല്ലാം കവിതകൾ രചിക്കുകയും ആ കവിതകളിലൂടെ ജീവനുള്ള കുറെ അന്തസ്സുള്ള കാര്യങ്ങൾ അന്ന് ഞങ്ങൾ സമൂഹത്തിന് വിളിച്ചു പറയുകയും ചെയ്ത ഒരു കാലഘട്ടം. ഇവിടെ 30 വർഷം എന്ന് പറയുമ്പോൾ അത് എന്തോ തെറ്റിയിട്ടാണ്. 52 വർഷമായി ഞാൻ നാടക രംഗത്ത്. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മാന്യ വ്യക്തികൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്നെൻ്റെ ജീവിതത്തിലെ ഒരു സുപ്രധാന ദിവസമാണ്, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ്. കാരണം എൻ്റെ പുസ്തകമായ സ്വപ്നങ്ങളുടെ പിരിച്ചെഴുത്ത് എന്ന ചെറുകഥാ സമാഹാരത്തിന് ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. പുരസ്കാരങ്ങൾ എന്നും എന്നെ പോലുള്ള കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും എഴുത്തുകാരന്മാർക്കും എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ്. ഇതിനെല്ലാം വേദിയൊരുക്കിയതാകട്ടെ സർഗസ്വരവും. തന്നെയുമല്ല, ഗുരുതുല്യനായ വസന്തൻ മാഷിൽ നിന്നും ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ സാധിച്ചത് എൻ്റെ മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. വായിക്കാൻ വേണ്ടി അയച്ചു വന്നതാണ്. ശ്രീമതി ശ്രീനിക്ക് വേണ്ടി ഞാൻ വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ലേഖന സമാഹാര പുരസ്കാരം എനിക്ക് ലഭിച്ചതിൽ ആദ്യമായി നന്ദി പറയുന്നു. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന എഴുത്തുകാർക്കും വിശിഷ്ടാതിഥികൾക്കും കലാസാധുക്കൾക്കും വേദിയിലുള്ള എല്ലാവർക്കും നമസ്കാരം. സർഗസ്വരത്തിലെ ഗുരുജനങ്ങളോട്, പ്രത്യേകിച്ച് കാവ്യസാറിനോടാണ് ഈ പുരസ്കാരം ലഭിച്ചതിൽ നന്ദി പറയുന്നത്. ഗ്രൂപ്പിൽ സുഭാഷിതം എഴുതി 1 വർഷമൊക്കെ ആയപ്പോൾ തന്നെ പുസ്തകം എഴുതണം, എല്ലാവിധ സഹായങ്ങളും സർഗസ്വരത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നിരുന്നു. അങ്ങനെയാണ് ടെൻഷൻ വേണ്ട എന്ന പുസ്തകം പ്രതികരിച്ചത്. ഗുരുവിലുള്ള ഓരോരുത്തരും എന്നോട് കാണിക്കുന്ന സ്നേഹവും സഹകരണവും എത്രമാത്രം ഉണ്ടെന്ന് ഞാൻ മക്കളുടെ അടുത്തേക്ക് പുറപ്പെടുമ്പോൾ ഗ്രൂപ്പിലിട്ട പോസ്റ്റുള്ള മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അസമയത്തൊക്കെ സുഭാഷിതം പോസ്റ്റ് ചെയ്യുന്നത് ക്ഷമിക്കണമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. അവാർഡ് ജേതാക്കളായിട്ടുള്ളവർക്ക് ഇവിടെ സജീവരായിരുന്ന ഓരോരുത്തർക്കും നന്ദി പറയുകയാണ്. ഏറ്റവും ആദ്യമായി നന്ദി പറയുന്നത് വസന്തൻ സാറിനെയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, നവതി ആഘോഷിച്ച ഒരു മനുഷ്യൻ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ ഈ അവാർഡുദാന ചടങ്ങിന്റെ ആദ്യ അവസാനം നമ്മളോട് കൂടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് എത്രമാത്രം അഭിമാനകരവും സന്തോഷകരവുമാണ്. സാധാരണ
ഒരു അവാർഡ് ദാനം ചടങ്ങ് കഴിഞ്ഞ് പകുതിയാവുമ്പോഴേക്കും ഇറങ്ങിപ്പോകുന്ന മനുഷ്യരെക്കാളും സാഹിത്യത്തെ സ്നേഹിക്കുന്നവരെയും സാഹിത്യ അഭിരുചിയുള്ളവരെയും ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ഈ സന്ദർഭത്തിൽ കിട്ടിയത് സർഗസത്തിന്റെ ഭാഗ്യമാണെന്ന് ഞാൻ പറയും. സർഗസത്തിൽ ലഭിച്ച ഏറ്റവും യോഗ്യനായ അനുയോജ്യനായ വ്യക്തിയാണ് വസന്ത് സാറ്. സാർ നൽകിയ അനുഗ്രഹപ്രദമായ നർമ്മവും കാര്യവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ മനസ്സുകളിലേക്ക് ആഴത്തിലേക്ക് ചിന്തകളെ വിധിക്കുന്ന വസന്തൻ സാറിനോടുള്ള അകൈവമായ നന്ദി സർഗസത്തിന്റെ പേരിൽ ഞങ്ങൾ ഓരോരുത്തരുടെ പേരിൽ